ഫ്രെയിംസ് ഓഫ് റെഫറൻസ് നമ്മുടെ ചാപ്റ്റർ തുടങ്ങുകയാണ്. ഫസ്റ്റ് ചാപ്റ്റർ ഫ്രെയിംസ് ഓഫ് റെഫറൻസ്. അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഫ്രെയിംസ് ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞായിരുന്നു. ഒന്നുകൂടി പറയാം. രണ്ടാളുകള്, ഒരാൾ ട്രാവൽ ചെയ്യാണ്, ഒരാൾ റെസ്റ്റിലാണ്, രണ്ടുപേരും ഒരു വസ്തുവിനെ നോക്കുകയാണ്. അപ്പൊ ഈ രണ്ടുപേരും ഈ വസ്തുവിനെ നോക്കി കാണുന്നത് ഒരേ കോണിലായിരിക്കും, ഒരേ വീക്ഷണകോണിലായിരിക്കും. ഒരുപോലെയാണോ രണ്ടുപേർക്കും ഈ കറണ്ട് സിറ്റുവേഷൻ തോന്നുക? ഇതാണ് ഫ്രെയിംസ് ഓഫ് റെഫറൻസ് സംവദിക്കുന്ന പ്രശ്നം, അല്ലെങ്കിൽ ഈ പറയുന്ന ഡിസ്കസ് ചെയ്യുന്ന പ്രശ്നം. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. എക്സാമ്പിൾ പറയുന്നത്, ഒരാള് എ എന്ന് പറഞ്ഞ ഒരാള് എ റെസ്റ്റിലാണ്, ബി എന്ന് പറഞ്ഞ ആള് ബി ഒരു കോൺസ്റ്റന്റ് സ്പീഡില് ഇത് ബൈക്കാണ് കേട്ടോ, ഇത് ബൈക്കാണ്, ബിയുടെ ബൈക്കാണിത്, B4 ബൈക്ക്. അപ്പൊ ബി 30 മീറ്റർ പെർ സെക്കൻഡില് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യാണ്. എ റെസ്റ്റിലാണ്, ഒരു ട്രീ ഉണ്ട്, ട്രീയുടെ മുകളിൽ ഒരു കിളി ഇരിക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു സിറ്റുവേഷന് എ ട്രീ കാണുന്നുണ്ട്, ബിനെ കാണുന്നുണ്ട്, ബി ട്രീ കാണുന്നുണ്ട്, എനെ കാണുന്നുണ്ട്. രണ്ടുപേരും ഒരേ രീതിയിലാണോ കറണ്ട് സിറ്റുവേഷൻ എവാലുവേറ്റ് ചെയ്യുക? ഓരോരുത്തരും ഫ്രെയിംസ് ഓഫ് റെഫറൻസ് എന്തായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എയുടെ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് പറയാം. അതായത് ഇപ്പൊ നിങ്ങൾ എയുടെ അവിടെ നിന്ന് സിറ്റുവേഷൻ നോക്കുകയാണ്, നിങ്ങളുടെ കണ്ണ് എന്ന് പറഞ്ഞാൽ എയുടെ കണ്ണാണ്, എയുടെ ഫ്രെയിമിലൂടെ നിങ്ങൾ നോക്കുന്നത്. അപ്പോ എ ആവുമ്പോ എ പറയും, ഞാൻ റെസ്റ്റിലാണ്, എന്റെ അപ്പുറത്ത് ഒരു മരമുണ്ട്, അതും റെസ്റ്റിലാണ്, അല്ലെ? ഞാനും മരവും തമ്മിലുള്ള ഡിസ്റ്റൻസ് മാറുന്നില്ല. അപ്പൊ ഞാനും റെസ്റ്റിലാണ്, മരവും റെസ്റ്റിലാണ്, അതിന്റെ മുകളിലെ കിളിയും റെസ്റ്റിലാണ്. പക്ഷെ അവിടെ നിന്ന് ഒരു മനുഷ്യൻ വരുന്നുണ്ട്, ബി എന്ന് പറഞ്ഞിട്ട്. അയാള് 30 മീറ്റർ പെർ സെക്കൻഡില് എന്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അയാളും അയാളുടെ ബൈക്കും എന്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ആര് പറയുക? എ പറയുക. നിങ്ങൾക്കിപ്പോ തോന്നും അങ്ങനെ തന്നെയാണ്, സംഭവം കറക്റ്റ് ആണ്. നമ്മുടെ ചോദ്യം ഇനി ഇതാണ് എയുടെ ഫ്രെയിംസ് ഓഫ് റെഫറൻസ്. ഇനി ബി എങ്ങനെ ഈ സിറ്റുവേഷൻ കാണും? ബി എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ നോക്കി കാണുക? ബി പറയും, ഞാൻ റെസ്റ്റിലാണ്, എന്റെ വണ്ടിയും റെസ്റ്റിലാണ്. അപ്പൊ ഞാനും വണ്ടിയും നിൽക്കുമ്പോൾ ഞാനും വണ്ടിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് മാറുന്നില്ല. അപ്പൊ ഞാനും റെസ്റ്റിലാണ്, എന്റെ വണ്ടിയും റെസ്റ്റിലാണ്. അവിടെ ഒരു മരമുണ്ട്, അതിന്റെ മുകളിൽ ഒരു കിളിയുണ്ട്. ഈ മരവും കിളിയും 30 മീറ്റർ പെർ സെക്കൻഡില് എന്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ഈ ഡയറക്ഷനിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ബി പറയുന്നത്, എനെ കാണുന്നുണ്ട്, ബി പറയും അവിടെ ഒരു മനുഷ്യനുണ്ട് എ, അയാളും 30 മീറ്റർ പെർ സെക്കൻഡില് എന്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എ പറയുക. നേരത്തെ നോക്കി നോക്കൂ, എയുടെ ഫ്രെയിമില് എ റെസ്റ്റിലായിരുന്നു, ടി റെസ്റ്റിലായിരുന്നു. ബിയുടെ ഫ്രെയിമില് എ മൂവ് ചെയ്യുന്നുണ്ട്, ബി മൂവ് ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പൊ ഈ റെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ്, റെസ്റ്റ് മോഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഫ്രെയിംസ് ഓഫ് റെഫറൻസിലാണ് പറയാന്ന് അറിയിക്കണം. ഇപ്പൊ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഡൗട്ട് തോന്നാം, ഇപ്പൊ ഇയാൾ എന്താ ഈ പറയുന്നത്? ഈ ബിയില് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ എങ്ങനെയാ മരം എന്റെ അടുത്തേക്ക് ഇരുന്നായിട്ട് തോന്നുക? അങ്ങനെയാണ് നമുക്ക് തോന്നുക. അതായത് ചെറുപ്പത്തിലൊക്കെ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ, ചെറിയ കുട്ടികളൊക്കെ ബസ്സിൽ പോകണമെങ്കിൽ അവർ പറയും മരമൊക്കെ പിന്നോട്ട് ഓടുന്നു പറയും. നമുക്ക് അങ്ങനെയാണ് തോന്നുക. വേറെ എക്സാമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ, നമ്മള് എന്താണ് കിഴക്ക് എന്ന് പറഞ്ഞാൽ എന്താ? കിഴക്ക് അർക്കൻ കീഴിൽ നിന്നും പൊന്തി വരുന്ന സ്ഥലമാണ് കിഴക്ക്. അർക്കൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ കീഴിൽ നിന്നും പൊന്തി വരുന്ന സ്ഥലം, അതാണ് കിഴക്ക്. അതെവിടെയാണോ അതാണ് കിഴക്ക്. എന്താണ് പടിഞ്ഞാറ്? പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ ഞായർ പടിയിറങ്ങുന്ന സ്ഥലമാണ് പടിഞ്ഞാറ്. ഞായർ എന്ന് പറഞ്ഞാൽ സൂര്യൻ, ഞായർ സൺഡേ അല്ലെ? അപ്പോ ഞായർ പടിയിറങ്ങുന്ന സ്ഥലമാണ് പടിഞ്ഞാറ്. ശരിക്കും സൂര്യൻ കീഴിൽ നിന്ന് പൊന്തി വരുന്നുണ്ടോ? സൂര്യൻ പടിയിറങ്ങുന്നുണ്ടോ? ഇല്ല. നമ്മളാണ് മൂവ് ചെയ്യുന്നത്. നമ്മൾ കറങ്ങുമ്പോൾ നമുക്ക് തോന്നുക സൂര്യൻ ഫ്രണ്ടിലോട്ട് പോവാന്നാണ്. അല്ലാണ്ട് സൂര്യൻ പോകണമില്ല, പൊന്തണമില്ല, താവണമില്ല, നമ്മളാണ് കറങ്ങുന്നത്, അല്ലെ? പക്ഷെ നമുക്ക് തോന്നുന്നത് നമ്മൾ റെസ്റ്റിലും അയാൾ മൂവ് ചെയ്യുന്നതാണ്. കാരണം സെയിം സിറ്റുവേഷൻ, ഇയാൾ വിചാരിക്കും ഞാൻ റെസ്റ്റിലാണ്, മറ്റുള്ളവർ മൂവ് ചെയ്യാണ്. അതാണ് ഞാൻ പറഞ്ഞത്. സിറ്റുവേഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് സിറ്റുവേഷൻ ഒന്നുകൂടി കൊഴിപ്പിക്കാം. ഞാൻ എക്സ്ട്രാ ഒരാളെ ഐഡ് ചെയ്യാണ്. സി എന്ന് പറഞ്ഞ ആള്, B4 ബൈക്ക്, A4 മാൻ, C4 കാർ. ഒരു കാർ വരികയാണ്. ഓക്കെ, ഒരു കാറിലൊരാളുണ്ട്, കാറിന്റെ വെലോസിറ്റി 50 മീറ്റർ പെർ സെക്കൻഡ്. കാറാണ് സി. സിറ്റുവേഷൻ ഒന്നുകൂടി കൊഴുത്തു, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. എ റെസ്റ്റിലാണ്, സി 50 മീറ്റർ പെർ സെക്കൻഡിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ബി 30 മീറ്റർ പെർ സെക്കൻഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, ടി റെസ്റ്റിലാണ്. ഇപ്പൊ ഓരോരുത്തരും എങ്ങനെ പറയും?
എയുടെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. എ എന്താ പറയാ, ട്രീ റെസ്റ്റിലാണ്, ബേർഡ് റെസ്റ്റിലാണ്, ഒരു കാർ 50 മീറ്റർ പെർ സെക്കൻഡിൽ എന്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ എന്റെ അടുത്തേക്ക് 30 മീറ്റർ പെർ സെക്കൻഡിൽ ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് എ പറയാ. അത് പറയാൻ ഞാൻ വേണ്ട, നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഇനി ബി എങ്ങനെയാണ് കറണ്ട് സിറ്റുവേഷൻ എവാലുവേറ്റ് ചെയ്ത് നോക്കാം. ബി എയുടെ കാര്യം ഞാൻ പറഞ്ഞു, ബി എങ്ങനെയാണ് ട്രീനെ പറയുന്നത് ഞാൻ പറഞ്ഞു. ബി കാറെന്ന് നോക്കുമ്പോൾ നിങ്ങളൊന്ന് വിചാരിക്കാം, കാറിന്റെ സ്പീഡ് 30 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ കാറിന്റെ സ്പീഡും ബൈക്കിന്റെ സ്പീഡും ഒന്നായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? അപ്പൊ ബി പറയും ബിയുടെ സ്പീഡും സെയിം ആണ്, കാറിന്റെ സ്പീഡും സെയിം ആണ്. അപ്പൊ ബി പറയും ഞാനും റെസ്റ്റിലാണ്, എന്റെ ബൈക്കും റെസ്റ്റിലാണ്, കാറും റെസ്റ്റിലാണ്. കാരണം രണ്ടുപേരും ഒരു സ്പീഡിലാവുമ്പോ ബിക്ക് അറിയില്ല സി മൂവ് ചെയ്യുന്നുണ്ട്. രണ്ടുപേർക്കും പരസ്പരം അറിയാം. നമ്മൾ ട്രെയിനിലിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് സംസാരിക്കുമ്പോൾ മറ്റാൾ മൂവ് ചെയ്യുന്നുണ്ട്, ഞാൻ മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെ വെലോസിറ്റി ഒന്നായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. സെയിം സിറ്റുവേഷൻ. പക്ഷെ ഇവിടെ 15 മീറ്റർ പെർ സെക്കൻഡ് ആണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ബി പറയും 30 ആണെങ്കിൽ ഒരേ സ്പീഡാണ്, അതിനേക്കാൾ 20 കൂടുതലുണ്ട്. അപ്പോ ബി പറയും എ 30 മീറ്റർ പെർ സെക്കൻഡിൽ എന്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നു, ട്രീ 30 മീറ്റർ പെർ സെക്കൻഡിൽ എന്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നു, സി 20 മീറ്റർ പെർ സെക്കൻഡിൽ എന്റെ അടുത്തുനിന്ന് ദൂരത്തോട്ട് പോകുന്നു. കാരണം 30 ആണെങ്കിൽ റെസ്റ്റ് ആണ്, എക്സ്ട്രാ 20 കൂടി എന്റെ ഇവിടെ സ്പീഡ്. അപ്പൊ 20 മീറ്റർ പെർ സെക്കൻഡിൽ എന്റെ അടുത്തുനിന്ന് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുന്നു എന്നാണ് ആര് പറയാ, ബി പറയാം. ഇനി ഇതേ സിറ്റുവേഷന് സി എന്താണ് പറയാ? സി പറയും ട്രീ എന്റെ അടുത്തോട്ട് 50 മീറ്റർ പെർ സെക്കൻഡിൽ വരുന്നുണ്ട്, എ എന്റെ അടുത്തോട്ട് 50 മീറ്റർ പെർ സെക്കൻഡിൽ വരുന്നുണ്ട്, ബി രണ്ടും 30 ആയിരുന്നെങ്കിൽ കാറിന് റെസ്റ്റിലാണ് തോന്നുക. പക്ഷെ 20 മീറ്റർ പെർ സെക്കൻഡ് സ്ലോ ആണ് അല്ലെ? അപ്പൊ സി പറയും ഇയാള് 20 മീറ്റർ പെർ സെക്കൻഡ് പിന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാണ്. അങ്ങനെയാണ് ആര് പറയാ, സി പറയാ. സിറ്റുവേഷൻ ക്ലിയർ ആയി വിചാരിക്കുന്നു. ഫ്രെയിംസ് ഓഫ് റെഫറൻസിനെ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്യും. ഒന്ന് ഇനീഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ്, ഒന്ന് നോൺ ഇനീഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ്. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുന്നതിന് കാരണമാണല്ലോ, എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് അത് പറയാം. അതിനേക്കാൾ മുന്നേ ബേസിക് ആയ ചില കാര്യങ്ങൾ നിങ്ങൾ അറിയണം. ഒന്നാണ് വെലോസിറ്റി, മറ്റൊന്നാണ് ആക്സലറേഷൻ, മറ്റൊന്നാണ് ഫോഴ്സ്. ഈ മൂന്ന് കാര്യത്തിന്റെയും ബേസിക്സ് നിങ്ങൾക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. അറിയില്ലെങ്കിൽ ഒരു ഷോർട്ട് ഒരു റിവിഷൻ പോലെ പറഞ്ഞു പെട്ടെന്ന് മനസ്സിലാക്കുക. എന്താണ് വെലോസിറ്റി? നിങ്ങൾ ബൈക്കിൽ പോവാണ്, ബൈക്കിൽ പോകുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഒരു സ്പീഡോമീറ്റർ ഉണ്ടാവും, സ്പീഡോമീറ്റർ നീഡിൽ ഉണ്ടാവും. ഈ നീഡിൽ മൂവ് ചെയ്യാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, നിങ്ങളുടെ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, നിങ്ങളുടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് എന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾ ആക്സിലേറ്റർ കൊടുത്താൽ നിങ്ങളുടെ സ്പീഡോമീറ്റർ മൂവ് ചെയ്യും. സ്പീഡോമീറ്റർ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട്, അതായത് നിങ്ങളുടെ വെലോസിറ്റി മാറുന്നുണ്ട്. വെലോസിറ്റി മാറുന്നുണ്ടെങ്കിൽ അതാണ് ആക്സലറേഷൻ, വെലോസിറ്റി മാറുന്നില്ലെങ്കിൽ വി സേ കോൺസ്റ്റന്റ്. സോ വെലോസിറ്റി ഉണ്ട്. ശ്രദ്ധിക്കുക, വെലോസിറ്റി ഒരു വെക്ടർ ആണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. അങ്ങനെ പറയുമ്പോൾ സ്പീഡും വെലോസിറ്റിയും രണ്ടും രണ്ടാണ്. ഞാൻ നിങ്ങളോട് പറയാണ് ടെൽ യുവർ സ്പീഡ്, നിങ്ങളുടെ സ്പീഡ് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും എന്റെ സ്പീഡ് 30 മീറ്റർ പെർ സെക്കൻഡ്. കറക്റ്റ് ആണ്, 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്, കറക്റ്റ് ആണ്. നിങ്ങളുടെ വെലോസിറ്റി എത്രയെന്ന് വെച്ചാൽ നിങ്ങൾ പറയേണ്ടത് 30 മീറ്റർ പെർ സെക്കൻഡ് എന്നല്ല, അങ്ങനെ പറഞ്ഞാൽ തെറ്റാണ്. നിങ്ങൾ പറയേണ്ടത് 30 മീറ്റർ പെർ സെക്കൻഡ് നോർത്ത്, ഓർ യു ഹാവ് ടു സ്പെസിഫൈ സം ഡയറക്ഷൻ. ഒരു ഡയറക്ഷൻ നിങ്ങൾ പറയണം. കാരണം ഞാൻ ചോദിച്ചത് വെലോസിറ്റി ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടേം കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മാഗ്നിറ്റ്യൂഡും കൊടുക്കണം, ഡയറക്ഷനും കൊടുക്കണം. അപ്പൊ ഇത് വെലോസിറ്റി ആണ്, ഇത് സ്പീഡാണ്. അല്ലോ വെലോസിറ്റി അറിയാം. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞു ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി മാറുന്നതിനെയാണ്, ടൈം അനുസരിച്ച് വെലോസിറ്റി മാറുന്നതിനെയാണ് ഞാൻ ആക്സലറേഷൻ എന്ന് പറയാം. അപ്പൊ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു dv/dt. അപ്പോ വെലോസിറ്റി വെക്ടർ ആണ്, ആക്സലറേഷനും വെക്ടർ ആണ്. ഓക്കെ. ഇനി ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്താണ്? നിങ്ങൾക്ക് അറിയുന്നതാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ, F = ma. ഇത് നമുക്കൊന്ന് കുറച്ച് നേരം നോക്കാണ്ട് ഇതിന്റെ ഈ സിറ്റുവേഷന്റെ മീനിങ് എന്താണെന്ന് നോക്കാം. F = ma. രണ്ട് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. F = ma. F വെക്ടർ ആണ്. ഇതിന്റെ അർത്ഥം ലെഫ്റ്റ് സൈഡിലുള്ളതും റൈറ്റ് സൈഡിലുള്ളതും ഈക്വൽ ആണ്, ഈക്വൽ സൈഡിന്റെ അർത്ഥം. അപ്പൊ ലെഫ്റ്റില് ഫോഴ്സ് എന്ന് പറഞ്ഞ വെക്ടർ ഉണ്ട്, ആ വെക്ടറിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. റൈറ്റ് സൈഡില് ഒരു വെക്ടർ ഉണ്ട്, റൈറ്റ് സൈഡിൽ ഒരു വെക്ടറും ഉണ്ട്, ഒരു സ്കാലറും ഉണ്ട്. എമ്മിന് ഡയറക്ഷൻ ഇല്ല. അപ്പോ എഫിന്റെ ഡയറക്ഷനും എമ്മയുടെ ഡയറക്ഷനും ഈക്വൽ ആണ്, പക്ഷെ എമ്മിന് ഡയറക്ഷൻ ഇല്ല. അതിന്റെ അർത്ഥം എഫിന്റെ ഡയറക്ഷനും എ ഡയറക്ഷനും സെയിം ആയിരിക്കണം. എമ്മിന്റെ ഡയറക്ഷൻ ഇല്ല, അപ്പൊ രണ്ടിന്റെയും ഡയറക്ഷൻ എന്തായാലും സെയിം ആയിരിക്കണം. ആണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. എഫിന്റെ ഡയറക്ഷനും എ ഡയറക്ഷനും സെയിം ആയിരിക്കും. ഇനി അടുത്ത പോയിന്റ്,
ഫോഴ്സ് വേണമെങ്കിൽ ആക്സലറേഷൻ വേണം, വെലോസിറ്റി മാറണം. വെലോസിറ്റി മാറിയാലേ ഫോഴ്സ് ഉണ്ടാവൂ. സ്പീഡ് മാറിയില്ലെങ്കിൽ അതിനവിടെ ഫോഴ്സ് ഇല്ല. അത് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്, മറക്കരുത്. വെലോസിറ്റി മാറിയാലേ ഫോഴ്സ് ഉള്ളൂ. അതായത് ഞാനിവിടെ നിൽക്കുകയാണ്, എൻ്റെ അടുത്തേക്ക് ഒരു കല്ല് ഇങ്ങനെ വരുന്നുണ്ട്. കല്ലിന്റെ സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. കല്ലിന്റെ സ്പീഡ് കൂടുന്നില്ല, കുറയുന്നില്ല, അത് വെലോസിറ്റി മാറുന്നില്ല. വെലോസിറ്റി മാറില്ല പറഞ്ഞാൽ dv/dt 0 ആണ്, അതായത് ആക്സിലറേഷൻ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് 0 ആണ്. ഓക്കെ, ഇനിയിപ്പോ ഒരു കല്ല് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കല്ലിന്റെ സ്പീഡ് ഇങ്ങനെ കുറയുന്നുണ്ട്. 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്, പിന്നെ അത് 8 മീറ്റർ പെർ സെക്കൻഡ് ആയി. ഇപ്പൊ സ്പീഡ് കുറയുന്നുണ്ട്. അപ്പൊ dv/dt 0 അല്ല, അതായത് a 0 അല്ല, അതായത് ഫോഴ്സ് 0 അല്ല. അപ്പോൾ ഒരു ഫോഴ്സ് ഉണ്ട്. ഒരു സാധനത്തിന്റെ വെലോസിറ്റി മാറുന്നുണ്ടെങ്കിൽ അവിടെ ഫോഴ്സ് ഉള്ളൂ. ഈ ഫോഴ്സിന്റെ ഡയറക്ഷനും വെലോസിറ്റി ഡയറക്ഷൻ, ഫോഴ്സിന്റെ ഡയറക്ഷൻ ആക്സിലറേഷൻ ഡയറക്ഷനിലായിരിക്കും. നിങ്ങൾക്ക് അറിയാൻ വിചാരിക്കുന്നത്. വേറെ എക്സാമ്പിൾ ഞാൻ കാണിക്കും, ഇത് പഠിച്ചിട്ടുണ്ടാവും ഈ സംഭവം. അതായത് ഒരാൾ നിൽക്കുകയാണ്, നിങ്ങളൊരു കല്ലെറിഞ്ഞു, കല്ല് ഇങ്ങനെ എറിഞ്ഞു. കല്ലെറിയുമ്പോൾ കല്ലിന്റെ ഡയറക്ഷൻ, കല്ല് ഇങ്ങനെയാണ് പോവുക അല്ലെ, ഇങ്ങനെയാണ് കല്ല് പോവുക. അപ്പൊ കല്ലിന് മോളിക്ക് പോകാനും ഒരു വെലോസിറ്റി ഉണ്ട്, ഹൊറിസോണ്ടലും ഒരു വെലോസിറ്റി ഉണ്ട്. മോളിക്ക് പോകാനുള്ള വെലോസിറ്റി ഉള്ളതാണ് കല്ല് മോളിക്ക് പോകുന്നത്. ഹൊറിസോണ്ടലിൽ പോകാൻ ഒരു വെലോസിറ്റി ഉള്ളതാണ് അത് ഹൊറിസോണ്ടലിൽ പോകുന്നത്. രണ്ടും കൂടി മിങ്കിൾ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പാത്ത് കാണുന്നത്. അപ്പോ പക്ഷേ കല്ല് പോകുമ്പോൾ ഞാൻ വിചാരിക്കും ഇങ്ങോട്ടൊരു വെലോസിറ്റി ഉണ്ട് ബി, ഇങ്ങോട്ടൊരു വെലോസിറ്റി ഉണ്ട് യു. കല്ലിന്റെ മുകളിൽ ആകെ ഒരു ഫോഴ്സ് ഉള്ളൂ, അതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും അടിയിലോട്ടാണ്. ഫോഴ്സ് എങ്ങണ്ടാണോ അങ്ങോട്ടായിരിക്കും ആക്സലറേഷൻ. അപ്പൊ ഇതിന്റെ ആക്സലറേഷൻ അടിയിലോട്ടായിരിക്കും. അപ്പോ ഈ വെലോസിറ്റിയാണ് കുറയുക, ഈ ആക്സലറേഷൻ ഈ വെലോസിറ്റിയാണ് ആക്ട് ചെയ്യുക. ഈ ഡയറക്ഷനിലാണ് വെലോസിറ്റിക്ക് മാറ്റം വരേണ്ടത്. അപ്പൊ ഈ വെലോസിറ്റിയാണ് മാറുക, യു എന്ന് പറഞ്ഞ വെലോസിറ്റി മാറില്ല. ക്ലിയർ ആയി വിചാരിക്കുന്നു. ആക്സലറേഷന്റെ ഡയറക്ഷൻ, ഫോഴ്സ് ഡയറക്ഷൻ ആണ് ആക്സലറേഷൻ ഉണ്ടാവുക, ആക്സലറേഷന്റെ ഡയറക്ഷനാണ് വെലോസിറ്റി മാറുക. അപ്പൊ ഈ വെലോസിറ്റിയെ മാറത്തുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ കുറേ പോയി കഴിഞ്ഞാൽ അടിയിക്കാണ് വെലോസിറ്റി. അപ്പൊ ഇതിങ്ങനെ കുറേ പോയി കഴിഞ്ഞാൽ വെലോസിറ്റി 0 ആവും, ആ എല്ലാം നിൽക്കും, പിന്നെ താഴോട്ട് വരും. ഈ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഒരിക്കലും മാറത്തില്ല. ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രീക്വന്റ്. ഇനി ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. ഒരു ഒരു സർക്കുലർ മോഷൻ നോക്കാം. സർക്കുലർ മോഷൻ ഇതാണ് ഒരു സർക്കിളിന്റെ മുകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർക്കിളിന്റെ മുകളിൽ ഒരു ഞാനൊരു കല്ല് R റേഡിയസിലുള്ള ഒരു സ്ട്രിങ് എടുത്തു. സ്ട്രിങ്ങിന്റെ തലപ്പത്തൊരു മാസ് കെട്ടിയിട്ടു, M മാസാണ്. ഞാൻ ഇതിങ്ങനെ V വെലോസിറ്റിയിൽ കറക്കുകയാണ്. അതായത് V ആണ് എന്റെ വെലോസിറ്റി. അത് വെലോസിറ്റി മാറുന്നില്ല, ഒരേ സ്പീഡിലാണ്, സ്പീഡ് മാറുന്നില്ല, ഒരേ സ്പീഡിലാണ് കറക്കുന്നത്. ഇവിടെയും സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്, ഇവിടെയും സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്, ഇവിടെയും സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. മൊത്തം സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്റെ ചോദ്യം ഇതാണ്, ഇവിടെ ഫോഴ്സ് ഉണ്ടോ? ഫോഴ്സ് ഉണ്ടാവണമെങ്കിൽ വെലോസിറ്റി മാറണം. ഇവിടുത്തെ വെലോസിറ്റി എത്രയാ? 10 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആണോ? അല്ല. വെലോസിറ്റി പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡും പറയണം, ഡയറക്ഷനും പറയണം. ഇവിടെ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പറയും 10 മീറ്റർ പെർ സെക്കൻഡ് ഡൗൺവാർഡ്. ഇവിടെയാണെങ്കിലോ ഇറ്റ് ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ് ലെഫ്റ്റ് വാർഡ്. ഇത് രണ്ട് വെലോസിറ്റി ഒന്നാണോ? അല്ല, ഡയറക്ഷന് മാറ്റമുണ്ട്. അതായത് ഇവിടെ വെലോസിറ്റി മാറുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ പിന്നെയും അപ്പ് വാർഡ്, ഇവിടെയാണെങ്കിൽ പിന്നീടും റൈറ്റ് വാർഡ്. വെലോസിറ്റി മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു സംഭവമാണ് സർക്കുലർ മോഷൻ. വെലോസിറ്റി മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ആക്സലറേഷൻ ഉണ്ട്. ആ ആക്സലറേഷനാണ് നമ്മൾ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ എന്ന് പറയാം. അവിടെ എ ഉണ്ട്, വെലോസിറ്റി മാറുന്നുണ്ട്. വെലോസിറ്റി മാറുന്ന പറഞ്ഞാൽ dv/dt എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. dv/dt എക്സിസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അവിടെ എ ഉണ്ട്. എ ഉണ്ടെങ്കിൽ എന്തായാലും ഫോഴ്സ് ഉണ്ട്. നമുക്കതിലോട്ട് വരാം. ഞാൻ പറഞ്ഞു സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ. ഓരോ പോയിന്റിലും വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ്. വെലോസിറ്റി മാറുകയാണെങ്കിൽ അവിടെ ഒരു ആക്സലറേഷൻ ഉണ്ട്, അതാണ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. ആക്സലറേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് ഉണ്ട്, അതാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. അപ്പോൾ എന്താണ് സെൻട്രിപിറ്റൽ അത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പൊ ഞാൻ നോക്കുകയാണ്, ഇവിടെ എൻ്റെ കല്ലുണ്ട് അല്ലെ, ഞാനൊരു കല്ല് കറക്കുകയാണ്. ഇവിടെ ഒരു കല്ലുണ്ട്, ഇവിടെയും ഒരു കുറച്ച് കഴിഞ്ഞാൽ കല്ല് ഇവിടെ എത്തും അല്ലെ. വിചാരിക്കാം ഇവിടെ ഈ ത്രെഡ്, ഈ ഒരു പോയിന്റ് ത്രെഡ് ആണ് കട്ട് ചെയ്യുകയാണെങ്കിൽ അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ് ഇയാൾ ഇങ്ങോട്ടാണ് പോവേണ്ടത്
അല്ലെ? ഈ ത്രെഡ് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ കല്ല് ഈ ഡയറക്ഷനിലാണ് പോകേണ്ടത്. കല്ല് ഈ ഡയറക്ഷനിൽ പോയോ? ഇല്ല. കല്ല് ഇവിടെ എത്തേണ്ട കല്ലാണ്, പക്ഷെ കല്ല് എവിടെയും കാണുന്നത് ഈ റൗണ്ടിന്റെ മുകളിലാണ്. അപ്പൊ ഇങ്ങനെ പോകേണ്ട കല്ല് എന്തുകൊണ്ട് താഴത്തോട്ട് വന്നു? എന്തുകൊണ്ട് താഴത്തോട്ട് മൂവ് ചെയ്തു? താഴത്തോട്ട് മൂവ് ചെയ്യാൻ കാരണം അവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് ഈ ഡയറക്ഷനിലാവണം അല്ലേ? ഇങ്ങനെ പോകുന്ന സാധനം അടിയിലോട്ട് വരണമെങ്കിൽ ഫോഴ്സ് അങ്ങനെ ആവണം അല്ലേ? അപ്പൊ കല്ല് ഇവിടെയാണ് കണ്ടത്. ഈ കല്ല് ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്യായിരുന്നെങ്കിൽ അത് ഇങ്ങനെ പോവുമായിരുന്നു. പക്ഷെ അത് അങ്ങനെ പോയില്ല. അത് ഇവിടെ എത്തേണ്ട ആള് ഉള്ളിലോട്ട് ഇവിടെയാണ് കണ്ടത്. അപ്പോൾ ഇയാള് ഉള്ളിലോട്ട് ഇയാൾക്കൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഈ ഫോഴ്സിനെ പറയുന്ന പേരാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഈ ആക്സിലറേഷനെ പറയുന്ന പേരാണ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. ഓക്കെ. അപ്പൊ ഒരു സാധനം വട്ടത്തിൽ കറങ്ങണമെന്നുണ്ടെങ്കിൽ ഉള്ളിക്കൊരു ഫോഴ്സ് വേണം. ഉള്ളിക്കൊരു ഫോഴ്സ് ഉണ്ടെങ്കിൽ അയാൾ വട്ടത്തിൽ സർക്കുലർ മോഷന് ഉള്ളിക്കൊരു ഫോഴ്സ് വേണം. എന്തായാലും ഒരു ഫോഴ്സ് വേണം. എന്നാൽ മാത്രമേ അവിടെ സർക്കുലർ മോഷൻ പോസിബിൾ ആവൂ. ഉള്ളിക്കൊരു ഫോഴ്സ് വേണം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ എന്തായാലും ഒരു ആക്സിലറേഷൻ വേണം. റൊട്ടേറ്റിംഗ് ഫ്രെയിം ഈസ് ആൻ ആക്സിലറേറ്റിംഗ് ഫ്രെയിം. റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ കോൺസ്റ്റന്റ്ലി ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് റൊട്ടേഷൻ സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. ഇതിനെ പറയുന്ന പേരാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഉണ്ട്, സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ട്. ഈ സെൻട്രിപിറ്റൽ ആക്സിലറേഷന്റെ ഫോർമുല ഞാൻ പറഞ്ഞു. ഇതിന്റെ റേഡിയസ് r ആണ്, ഇതിന്റെ മാസ് m ആണ്, വെലോസിറ്റി v ആണെങ്കിൽ എന്റെ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ a = v² r ആണ്. ഇതാണ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ma ആണ്, m v² r ആണ് അല്ലെ? f എന്ന് പറഞ്ഞാൽ ma ആണ്, v² r ആണ്, mv² r ആണ് കിട്ടിയത്. ആക്സിലറേഷൻ എങ്ങോട്ടാണ്? ഉള്ളിലോട്ടാണ് ആക്സിലറേഷൻ. അപ്പോൾ ആക്സിലറേഷൻ ഡയറക്ഷൻ തന്നെയാണ് ഫോഴ്സ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഉള്ളിലോട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു സാധനം കറങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കറങ്ങുന്ന ഏത് സാധനം കണ്ടാലും നിങ്ങൾ അപ്പം മനസ്സിലാക്കണം അവിടെ ഒരു ഉള്ളിലോട്ടൊരു സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ട്. ഇപ്പൊ എർത്ത് സൺ ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് റിവോൾവ് ചെയ്യുന്നത്? ഒരു സർക്കുലർ മോഷൻ ആണ്. സർക്കുലർ മോഷൻ ആണെങ്കിൽ അവിടെ എന്തായാലും ഉള്ളിലോട്ട് അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. രണ്ട് ബോഡികൾ തമ്മിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. എർത്തിന് ഉള്ളിലോട്ടൊരു ഫോഴ്സ് ഉണ്ട്. അങ്ങനെയാണ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ സ്ട്രിങ് ഞാൻ റൊട്ടേറ്റ് ചെയ്യാനുള്ള കാരണം ഈ സ്ട്രിങ് ഈ സ്റ്റോണിനെ ഉള്ളിലോട്ട് വലിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഉള്ളിലേക്ക് ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഇയാൾക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനിയിപ്പോ നിങ്ങള് സൈക്കിൾ എടുത്ത് വളവ് തിരിക്കുമ്പോൾ നിങ്ങളുടെ വെലോസിറ്റി മാറുന്നുണ്ട് അല്ലെ? വളവ് തിരിക്കുമ്പോൾ നിങ്ങളുടെ വെലോസിറ്റി ഡയറക്ഷൻ മാറുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ട്. ആ സെൻട്രിപിറ്റൽ ഫോഴ്സ് അവിടെ തരുന്നത് നിങ്ങളുടെ ഫ്രിക്ഷൻ ആണ്. നിങ്ങളുടെ ടയറിന്റെ റോഡിന്റെ ഇടയിലുള്ള ഫ്രിക്ഷൻ ആണ്. ആ ഫ്രിക്ഷൻ അവിടെ അല്ലെങ്കിൽ ബാങ്കിങ് ചെയ്യും. അതവിടെ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തെറിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞതാണ്, ഒരു സാധനം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ കല്ലിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ കല്ലിന് ഉള്ളിലോട്ടൊരു ഫോഴ്സ് ഉണ്ട്, അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, അതിനൊരു ആക്സലറേഷൻ ഉണ്ട്. ഇത്രയും കാര്യം നിങ്ങൾ എന്തായാലും മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഫ്രെയിംസ് ഓഫ് റെഫറൻസ് രണ്ടെണ്ണം ഉണ്ട്. ഒന്നാണ് ഇനീഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ്, ഒന്നാണ് നോൺ ഇനീഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ്. എന്താണ് ഇനീഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ്? നിങ്ങളുടെ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് നിങ്ങൾ നോക്കുന്ന നിങ്ങളുടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ അതാണ് ഇനീഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആയ ഫ്രെയിമുകളെ പറയുന്ന പേരാണ് ഇനീഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ്. ഇതിന്റെ പ്രത്യേകത, ഇതിൽ നിങ്ങൾ ഇനീഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസിലാണെങ്കിൽ നിങ്ങളുടെ ഫ്രെയിമിന്റെ വെലോസിറ്റി സ്പീഡ് മാറുന്നില്ലെങ്കിൽ, വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ടാണെങ്കിൽ, നിങ്ങൾ ഒരേ സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ റെസ്റ്റിലാണെങ്കിൽ, നിങ്ങളുടെ വെലോസിറ്റി മാറുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചിന്തിക്കേണ്ട, NLM ഡയറക്ട്ലി അപ്ലൈ ചെയ്യാം. NLM എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. അത് ഡയറക്ട്ലി അപ്ലൈ ചെയ്യാം. ഒരു കുഴപ്പമില്ല. നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട, നിങ്ങളുടെ വെലോസിറ്റിയെ കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട. ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ഡയറക്ട്ലി അപ്ലൈ ചെയ്യാം. എത്ര വെലോസിറ്റി എന്ന് പോകുന്നത് നിങ്ങൾ നോക്കണ്ട. NLM ഡയറക്ട്ലി അപ്ലൈ ചെയ്യാം. അതുകൊണ്ടാണ് അതിന് ഇനീഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. അതായത് വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കണം. വെലോസിറ്റി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അവിടെ വെലോസിറ്റി മാറാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ dv/dt 0 ആണ്. അപ്പോൾ ഇനീഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ്, ന്യൂട്ടൺസ് ലോ ഈസ് വാലിഡ്. ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ഈസ് വാലിഡ്. എന്താണ് നോൺ ഇനീഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ്? ഒരു ഫ്രെയിമിന്റെ നിങ്ങൾ നോക്കുന്ന ഒരു ഫ്രെയിമിന്റെ വെലോസിറ്റി മാറുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നോക്കി നിൽക്കുന്നുണ്ട്, നിങ്ങളൊരു സ്ഥലത്ത് നിൽക്കുകയാണ്, നിങ്ങൾ നിന്നുകൊണ്ടിരിക്കുന്ന സാധനത്തിന്റെ വെലോസിറ്റി മാറുന്നുണ്ട്, അതായത് നിങ്ങൾ ആക്സലറേറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു ആക്സലറേറ്റർ ഫ്രെയിം എന്നാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ
അവിടെ ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ വാലിഡ് ആയിരിക്കില്ല. ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ അവിടെ വാലിഡ് ആയിരിക്കില്ല. ഇനി അവിടെ NLM വാലിഡ് ആക്കാൻ വേണ്ടി നമുക്ക് അവിടെ ചെറിയ സ്യൂഡോ ഫോഴ്സിനെ ആഡ് ചെയ്താൽ മതി. സ്യൂഡോ ഫോഴ്സിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ NLM വർക്ക് ആവും. അപ്പോൾ നമ്മൾ 2-3 സ്യൂഡോ ഫോഴ്സിനെ, ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്, സെൻട്രിപിറ്റൽ ഫോഴ്സ് അല്ല, രണ്ടും രണ്ടാണ്. അത് മാറിപ്പോകരുത്, നമ്മൾ അവിടെ എത്തുമ്പോൾ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നോൺ ഇനേഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസിൽ NLM വാലിഡ് അല്ല. അവിടെ NLM വാലിഡ് ആക്കാൻ വേണ്ടിയിട്ട്, അവിടെ ന്യൂട്ടൺസ് ലോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ 2-3 ചിലപ്പോൾ 2 ഫോഴ്സ് ഒക്കെ ആഡ് ചെയ്യേണ്ടി വരും. ആ 2 ഫോഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ NLM ഓക്കെ ആവും, NLM വർക്ക് ചെയ്യും. ഇവിടെ ഒന്നും ചെയ്യണ്ട, ഇവിടെ NLM ഡയറക്ട്ലി വർക്ക് ആവും. ഇവിടെ NLM വർക്ക് ആവത്തില്ല, അതിന് നമ്മൾ എക്സ്ട്രാ സ്യൂഡോ ഫോഴ്സ് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് പറഞ്ഞത് 2 ഫ്രെയിംസ് ഓഫ് റെഫറൻസ്, ഇനേഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ്, നോൺ ഇനേഷ്യൽ. ഇവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, ഇവിടെ വെലോസിറ്റി മാറുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഇനി ഞാൻ 2-3 എക്സാമ്പിൾ പറയാം, ഏതാണ് ഇനേഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ്, നോൺ ഇനേഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് നിങ്ങൾ പറയുന്നു. ഇപ്പോ ഇയാള് റെസ്റ്റിലാണ്, വേറൊരാള് 100 km/h ട്രാവൽ ചെയ്യുന്നുണ്ട്. വേറൊരാള് വണ്ടി ബ്രേക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വണ്ടി ട്രാവൽ ചെയ്യുന്ന വണ്ടിയാണ്, വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യ സ്പീഡ് 100 ആയിരുന്നു, പിന്നെ അത് 90 ആയി, പിന്നെ അത് 80 ആയി. അയാൾ ബ്രേക്ക് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അയാളുടെ സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറെ ഇവിടെ ഒരു ഡിസ്ക് ഉണ്ട്, ഡിസ്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഗേൻഡ് വീല, ഡിസ്ക് മതി, അല്ലെങ്കിൽ യന്ത്രോഞ്ഞാലുണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഒരു സീറ്റ് ഉണ്ട്, അതിൽ കുട്ടി ഇരിക്കുന്നുണ്ട്. ഇപ്പൊ 4 ആളുകൾ. ഇതില് എല്ലാവർക്കും ഇയാളുടെ ഫ്രെയിം ഉണ്ട്, നമുക്ക് പേര് കൊടുക്കാം. ABCD. എയുടെ ഫ്രെയിം നോക്കുമ്പോൾ എ റെസ്റ്റിലാണ് അല്ലേ, ഇയാളുടെ വെലോസിറ്റി മാറുന്നില്ല, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് ഇനേഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇയാൾ നടത്തുന്ന എന്ത് ഒബ്സർവേഷനും, ഇയാള് പറയുന്ന എല്ലാ കാര്യത്തിലും നമുക്ക് ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ കൊടുക്കാം, ഒരു തെറ്റുമില്ല, വർക്കാവും, ഒരു പ്രശ്നമില്ല, ഇറ്റ് വിൽ വർക്ക്. ഇയാളുടെ കാര്യം നോക്കാം, ഇയാൾ ട്രാവൽ ചെയ്തത് 100 km/h, ഇയാളുടെ വെലോസിറ്റി മാറുന്നില്ല. അതായത് കൊണ്ട് ഇയാളും ഇനേഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇയാൾ നടത്തുന്ന ഒബ്സർവേഷൻസിലും നമുക്ക് ഡയറക്ട്ലി ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ അപ്ലൈ ചെയ്യാം, ഒരു കുഴപ്പമില്ല, അത് വർക്ക് ചെയ്യും. ഇയാളുടെ കാര്യം നോക്കാം, സിയുടെ കാര്യം നോക്കാം. സിയുടെ സ്പീഡ് 100 ആയിരുന്നു, പിന്നെ 90 ആയി, 80 ആയി, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ആക്സലറേഷൻ ഉണ്ട്. അതുകൊണ്ട് ഇയാൾ ആക്സലറേറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇപ്പൊ ഇയാൾ നോക്കുകയാണെങ്കിൽ ഇയാളുടെ ഫ്രെയിം നോൺ ഇനേഷ്യൽ ഫ്രെയിമാണ്, ആക്സലറേറ്റ് ചെയ്യുന്ന ഫ്രെയിമാണ്. അപ്പൊ ഇയാളുടെ ഒബ്സർവേഷൻസ് ഒക്കെ നോൺ ഇനേഷ്യൽ ആണ്, ഇയാൾ നോൺ ഇനേഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് ആണ്. ഇയാൾ നോക്കുന്ന ഒബ്സർവേഷൻ നമുക്ക് ഒരിക്കലും ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ അതിന്റെ മുകളിൽ സ്യൂഡോ ഫോഴ്സ് ആക്ട് ചെയ്യണം, സെൻട്രിഫ്യൂഗൽ ഫോഴ്സും കൊറിയോളിസ് ഫോഴ്സും ഒക്കെ ആക്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ ന്യൂട്ടൺ ലോ അപ്ലൈ ചെയ്യാം. അപ്പൊ ഇയാൾ ഇതിൽ ഡയറക്ട്ലി ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം ഇയാളെ ആക്സലറേറ്റ് ചെയ്യുകയാണ്. ഇനി ഇത് യന്ത്രോജാലാണ്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്, കുട്ടി പുറത്തേക്ക് നോക്കുകയാണ്. ഇപ്പൊ കുട്ടി നടത്തുന്ന ഒബ്സർവേഷൻസ് ഒക്കെ എങ്ങനെയായിരിക്കും, ന്യൂട്ടൺ ലോ അപ്ലൈ ചെയ്യാൻ പറ്റൂല്ല എന്നാണ് ചോദ്യം. നമുക്കറിയാം ഇത് സർക്കുലർ മോഷൻ ആണ്. സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു സാധനം കറങ്ങണമെന്നുണ്ടെങ്കിൽ എന്തായാലും സെൻട്രിപിറ്റൽ ഫോഴ്സ് വേണം, അല്ലെങ്കിൽ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ വേണം. അതായത് ഈ കുട്ടിക്ക് ഒരു സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ഉണ്ട്. സെൻട്രിപിറ്റൽ ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ ഇത് ആക്സലറേറ്റ് ചെയ്യുന്ന ഫ്രെയിമാണ്, ഇവൻ ആക്സലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് നോൺ ഇനേഷ്യൽ ഫ്രെയിമാണ്. ഇനി ഇവൻ എങ്ങനെയാണ് ലോകത്തിനെ കാണുക നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവൻ എന്താ വിചാരിക്കുക? ഇവൻ വിചാരിക്കും ഞാൻ റെസ്റ്റിലാണ്, ഞാൻ സീറ്റ് റെസ്റ്റിലാണ്, ഞാൻ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചക്രം റെസ്റ്റിലാണ്, വേൾഡ് മൊത്തം പിന്നിലോട്ട് കറങ്ങുന്നതാണ് ഇവന് തോന്നുക. അതാണ് ഇയാളുടെ ഫ്രെയിംസ് ഓഫ് റെഫറൻസ്. ഓക്കെ, ഇനി ഞാനൊരു പ്രോബ്ലം തരാം. നിങ്ങളുടെ അസൈൻമെന്റ് ആണിത്, പറഞ്ഞത് ഇനേഷ്യൽ. ഓക്കെ, നിങ്ങളുടെ അസൈൻമെന്റ് ആണ്, നിങ്ങളത് എനിക്ക് ചെയ്തിട്ട് അയച്ചു തരണം. ഇതിന്റെ ഉത്തരം നിങ്ങൾ അയച്ചു തരണം. ചോദ്യം ഇതാണ്: ഇയാള് ഒരു വണ്ടിയിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യാണ്. വണ്ടി ഒരു വി വെലോസിറ്റിയിൽ, വണ്ടി ആക്സലറേറ്റ് ചെയ്യുന്നില്ല, കോൺസ്റ്റന്റ് സ്പീഡിലാണ് വണ്ടി ഇങ്ങനെ പോവുകയാണ്.
ഈ വണ്ടർ മോളിൽ ഇയാൾ കയറി നിൽക്കുകയാണ്. ഇവിടെ എയർ ഒന്നും ഇല്ലാത്ത ഫ്രിക്ഷൻ ഒന്നും ഇല്ലാത്ത സ്ഥലമാണ്. എയർ ഒന്നുമില്ല. ഇയാൾ അവിടെ നിൽക്കുകയാണ്. ഇവിടെ ദൂരത്ത് വേറൊരാൾ നിൽക്കുന്നുണ്ട്. ഇയാളുടെ പേരാണ് ബി, ഇയാളാണ് എ. എ ചെയ്യുന്നത്, എയുടെ കയ്യിലൊരു കോയിൻ ഉണ്ട്. എ കോയിൻ മോളിക്ക് ഇട്ടു, കണ്ണടച്ചു, ഇങ്ങനെ കൈ കാണിച്ച് നിൽക്കുകയാണ്. കോയിൻ മോളിക്കിട്ടു, കണ്ണടച്ചു, കൈ ഇങ്ങനെ കാണിച്ച് നിൽക്കുകയാണ്. അറിയാം, എ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രാവലിന്റെ ഇടയിൽ കോയിൻ മോളിക്കിടുന്നു, കണ്ണടയ്ക്കുന്നു, ഇങ്ങനെ നിൽക്കുന്നു. എന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്, ഈ മോളിക്കിട്ട കോയിൻ ഇയാളുടെ കയ്യിൽ തന്നെ വന്ന് വീഴുമോ? ഒന്നാമത്തെ ചോദ്യം, മോളിക്കിട്ട കോയിൻ ഇയാളുടെ കയ്യിൽ തന്നെ വന്ന് വീഴുവോ ഇല്ലയോ? രണ്ടാമത്തെ ചോദ്യം, ഇനി ഇയാളുടെ വ്യൂ പോയിന്റില് ഈ കോയിന്റെ, ഇയാളുടെ ഫ്രെയിംസ് ഓഫ് റെഫറൻസിൽ ഈ കോയിന്റെ പാത്ത് എങ്ങനെയായിരിക്കും? കോയിൻ എങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ടാണ് ഇയാൾക്ക് തോന്നുക? ഇനി അപ്പുറത്ത് ബി എന്ന് പറഞ്ഞ ആളുടെ, ഇയാൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ ഫ്രെയിംസ് ഓഫ് റെഫറൻസിൽ എങ്ങനെയാണ് ഈ കോയിന്റെ പാത്ത് എങ്ങനെയായിരിക്കും? ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇയാൾ ടോസ് ചെയ്യാണ്. ബി ഇത് നോക്കുന്നുണ്ട്. ബി നോക്കുമ്പോൾ ബിക്ക് എങ്ങനെയാണ് ഈ കോയിന്റെ പാത്ത് കാണാം, എക്ക് എങ്ങനെയാണ് ഈ കോയിന്റെ പാത്ത് കാണാം? രണ്ടും നാളെ തന്നെ 4 മണിക്കോ അല്ലെങ്കിൽ 5 മണിക്ക് മുന്നേ ആയിട്ട് എനിക്ക് എൻ്റെ വാട്സപ്പിലൂടെ അയച്ചു തന്നാൽ മതി. അത്രയേ ഉള്ളൂ.